നമസ്കാരം. ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും 1000 നന്ദി നമസ്കാരം. ഞാൻ ഡോക്ടർ എം ഷിബു നാരായണൻ ബമ്പായം. 2026 പുതുവർഷാശംസകൾ എല്ലാവർക്കും നേരുന്നു. പൂരാടം നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ ഫലത്തെയാണ് പറയാൻ പോകുന്നത്. ഈ വർഷം ആദ്യഘട്ടം നമുക്ക് വളരെ നല്ലതാണ്. വേഴഗ്രഹം 2026 6 മാസം വരെ നമുക്ക് 7-ലാണ്. അത് കഴിയുമ്പോൾ 10 മാസം അവസാനം വരെ നമുക്ക് ആ 7-ൽ നിന്ന് മാറി 8 വരെ അത് വളരെ ദോഷമാണ്. 10 മാസം മുതൽ 2027 ജനുവരി വരെ 11 വരും. അപ്പോൾ നമുക്ക് 7-ൽ നിന്ന് 8 വരും. 8-ൽ നിന്നും 9-ലാണ് വരുന്നത്. അപ്പോഴും കൊള്ളാം. അപ്പോൾ ഈ 9 വരുന്ന കാലഘട്ടവും 7 നീക്കുന്ന കാലഘട്ടവും നല്ലതാണ്. 8 നീക്കുന്ന കാലഘട്ടമാണ് ദോഷം. ഈ വർഷം 3 മാറ്റം വേഴ ഗ്രഹത്തിനുണ്ട്. ശനി 4-ലാണ്, അത് 2028 വരെ ഉണ്ട്. രാഹു 2026 അവസാനം വരെ ഇഷ്ടസ്ഥാനമായ 3-ലുണ്ട്. അപ്പോൾ ഈ ഗ്രഹങ്ങളുടെയൊക്കെ സഞ്ചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുരാടം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, വേഴഗ്രഹം 1, 4 ഭാവം വഹിച്ച് 7 നീക്കണം. അപ്പോൾ 1-ാം ഇടം വഹിച്ചത് കൊള്ളാം. സുഖസ്ഥിതി ജയ, ആരോഗ്യ, അർത്ഥ, സമ്പത്ത്, സുഖസ്ഥിതി കിട്ടും, ജയം കിട്ടും, ആരോഗ്യം കിട്ടും, അസുഖങ്ങളൊക്കെ മാറും, അർത്ഥസമ്പത്ത്, സാമ്പത്തിക നേട്ടങ്ങൾ കിട്ടും, കീർത്തിയും. വിശേഷലബ്ധി എന്ന് വെച്ചാൽ കാശ് കൊണ്ടും സ്വാധീനം കൊണ്ടും ഒരു കാലത്തും ഒരിക്കലും നമുക്ക് നേടാൻ പറ്റാത്തതും ദൈവികം കൊണ്ടും ഭാഗ്യം കൊണ്ടും വന്നിരുന്ന വീട്, വസ്തു, കെട്ടിടം, വാഹനം, ജോലി, അധികാരം, അഭിവൃദ്ധി, ഇതൊക്കെ കിട്ടും. 4-ാം ഭാവാധിപൻ എന്ന് പറയുന്നത് ക്ഷേത്രങ്കോ ശയന ആസനാനി സുഖം നിത്യേഷാം ഹി ലാഭോ ഭവേ. ക്ഷേത്ര അമ്പലം വയ്ക്കാനും വീട് വയ്ക്കാനും യോഗം. ഗോക്കളെന്ന് പറയുമ്പോൾ പശുവിനെ വാങ്ങിക്കാനും വളർത്താനും കിട്ടാനുമുള്ള യോഗം. ഇപ്പോൾ ആർക്കും വേണ്ടാത്തതാണെങ്കിലും പല ഡയറി ഫാം, പൗൾട്രി ഫാമൊക്കെ തുടങ്ങുന്ന ഒരു കാവാം. ശയിക്കാനുള്ള സാധനം, വീട്ടിൻ്റെ ഗൃഹ ഉപകരണങ്ങളൊക്കെ, ഫർണിച്ചർ ഐറ്റംസ്, ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള യോഗം. വാഹനവും വീടും വസ്തുവും ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും കിട്ടും. 7-ാം ഇടം എന്ന് പറയുന്നത് വിവാഹ സ്ഥാനവും കൂടെയാണ്. ഇപ്പോൾ 7-ാമത്തെ രാശിയിലാണ് വേഴൻ 2026 6-ാം മാസം വരെ സഞ്ചരിക്കുന്നത്. ഇപ്പോൾ വേറെ 7 നീക്കുമ്പോൾ സൗമ്യേ സപ്തമകേ വിവാഹഘടനം നഷ്ട അർത്ഥലാഭ സുദുർഭോഗവ്യാപ്തി സുഹൃതായി അനാധികം സ്യാൽ ഫലോന്നാണ്. വിവാഹഘടന എന്ന് വെച്ചാൽ ഭാര്യ വേണ്ട, ഭർത്താവ് വേണ്ട, ബന്ധം വേണ്ട എന്നൊക്കെ തോന്നുന്നവർക്ക് ഭാര്യയും കിട്ടും, ഭർത്താവും കിട്ടും, മക്കളും കിട്ടും, ജീവിതവും കിട്ടും. കല്യാണം നടന്നവർക്ക് വേണ്ടാന്ന് വിചാരിക്കുന്നവർക്ക് ഒന്നിച്ച് ജീവിക്കുക യോഗവും ഒരു പുനർവിവാഹം നടക്കാനുള്ള യോഗവും ഉള്ളതാണ്. അതേപോലെ മക്കളുടെ വിവാഹം, വിദേശയാത്ര, പ്രവൃത്തി, അവർക്ക് ഉദ്യോഗം, ധനം, ഭാഗ്യം, അഡ്മിഷൻ, ജീവിത സാഹചര്യങ്ങളൊക്കെ അഭിവൃദ്ധിപ്പെട്ടു വരാൻ യോഗമുള്ള സമയമാണ് വേഴൻ 7 നീക്കുമ്പോൾ. നഷ്ടപ്പെട്ടു പോയെന്ന് കരുതിയ പൂർവിക വസ്തുക്കൾ, ധനങ്ങൾ, പണങ്ങൾ, ഇതൊക്കെ കിട്ടാൻ യോഗം. അധികം സിയാൾ ഫലം, അധികമായ ഫലങ്ങൾ നമുക്ക് കിട്ടും. നമ്മൾ പോകുന്ന കാര്യങ്ങൾക്കൊക്കെ നല്ല വിജയവും നേട്ടവും ഒക്കെ കിട്ടും. മുടങ്ങിക്കിടങ്ങണ തൊഴിലുകൾ, ബിസിനസ്സുകൾ, വിദേശയാത്രകൾ, വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും കാര്യത്തിനും പോയാലും നമുക്ക് നല്ല സ്ഥാന, മാന, അധികാര, അംഗീകാരങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ മെച്ചം പിടിച്ച ജീവിത നിലവാരം ഉണ്ടാകുന്ന ഘട്ടമാണ് വേഴഗ്രഹം 7-ൽ സഞ്ചരിക്കുമ്പോൾ. അത് 6-ാം മാസം കഴിഞ്ഞ 10-ാം മാസം വരെ നമുക്ക് 7-ൽ നിന്ന് മാറിയാൽ പിന്നെ 8-ലാണെങ്കിൽ അവിടെയാണ് 8-ൻ്റെ പണി. ആ ഒരു കാലഘട്ടം വളരെയധികം സൂക്ഷിക്കണം. കാരണം വേഴ 8 നിൽക്കുമ്പോൾ ജാതം വാ വിഫലം വി നഷ്ടവികലോ തത്രവാദി കഷ്ടോ അഷ്ടമഹ എന്നാണ്. ജാതം വാ വിഫലം എന്ന് വെച്ചാൽ എനിക്ക് നല്ലൊരു ഫലം കിട്ടണില്ല, നല്ല മാർക്ക് കിട്ടിയില്ല, നല്ല ജോലി കിട്ടിയില്ല, നല്ല പ്രോഫിറ്റ് കിട്ടിയില്ല, കമ്മീഷൻ കിട്ടിയില്ല, അവസരം കിട്ടിയില്ല, അങ്ങനെ പ്രൊമോഷൻ കിട്ടിയില്ല, ഇങ്ങനെ 100 കഥകൾ വിനകൾ കണ്ടുപിടിക്കും. എന്നിട്ട് ഇതെല്ലാം
നമുക്ക് കളഞ്ഞു കുളിക്കാൻ തോന്നിപ്പോൾ. ഒരു ജോലി ഉണ്ടെങ്കിൽ പ്രമോഷൻ കിട്ടിയില്ലെന്നും കൊണ്ട് ജോലി കളയരുത്. ഒരു പരീക്ഷ എഴുതിയാൽ മാർക്ക് കുറവെന്നും കൊണ്ട് വിഷമിക്കരുത്. നമ്മൾ ജയിച്ചതേ ഭാഗ്യമെന്ന് വിചാരിച്ചു പോകണം. അങ്ങനെ നമുക്ക് ഏത് രാജ്യത്ത് പോയാലും നമുക്ക് നല്ല സാലറി, പ്രമോഷൻ, പ്രോഫിറ്റ്, കമ്മീഷൻ, അഭിവൃദ്ധി ഒന്നും കിട്ടിയില്ലെന്ന് നമുക്ക് തോന്നണമെങ്കിലും നമുക്കുള്ളത് മതി എന്ന് വിചാരിക്കണം. കാരണം ഈ 8ലേക്ക് വേഴം ഒരു വെറ്റിൻ്റെ പണി കിട്ടും. ജാതമ്പ വിശ്വല എനിക്കൊരു ഫലവും കിട്ടണില്ല എന്ന് തോന്നി നമുക്കുള്ള ജോലിയും കളഞ്ഞിട്ട് വേറെ ജോലിക്ക് ഉള്ളത് പോവുകയും ചെയ്യും. വേറൊന്നും കിട്ടിയില്ല, അപ്പോൾ നമ്മൾ എറിയിപ്പോവും. ഈ നഷ്ടം കയ്യിരുന്നത് പോവും, കിട്ടാനുള്ളത് കിട്ടൂല, തരാനുള്ളത് തരൂല, കടവും കൂടാവും. ഈ കലാഐശ്വര്യ പ്രവൃത്തിക്ക് മങ്ങൽ, ശത്രുവാദി കഷ്ടവും അഷ്ടം, വളരെ കഷ്ടവും അഷ്ടമം. വേഴൻ ഈ 6 മാസം വരെ 7 നിൽക്കുമ്പോൾ മക്കൾക്കും കുടുംബത്തിനും ഐശ്വര്യമൊക്കെ ഉണ്ടാവുമെങ്കിലും 8 നിൽക്കുമ്പോൾ നമ്മൾ പറയണത് പിള്ളേർ കേൾക്കൂല, പിള്ളേർ പറയണത് നമ്മൾ കേൾക്കൂല. 8 നിന്നാൽ നിർവപീഡ നിധനഗതയെന്നാണ് വേഴ. അധികാരികളുടെ വിരോധം, ഉദ്യോഗസ്ഥന്മാരുടെ വിരോധം, ബന്ധുക്കളുടെ വിരോധം, സന്താനങ്ങളോട് വിരോധം, സന്താനങ്ങളുടെ വിരോധം, നമുക്ക് പിള്ളേർക്ക് നമ്മളുടെയും വിരോധമൊക്കെ തോന്നി. പിള്ളേർ കലപിച്ചു പോണതും മരിച്ചു കളതും പൈസയൊക്കെ പെട്ടെന്ന് അങ്ങ് നിന്നുപോയതുപോലെ മാസം നമുക്ക് കൊടുക്കാനുള്ള ആ പൈസകൾ പോലും, EMI അടയ്ക്കാനുള്ള പൈസകൾ പോലും കിട്ടാതെ വിഷമിക്ക് സ്വർണ്ണമൊക്കെ കൊണ്ടുവന്ന് പണയം വെച്ച് ബാങ്കുകാർ കൊണ്ടുപോകുന്നു തോന്നുന്ന സമയം കുരുക്കിൽ പെടുന്ന ഒരു സമയമാണ്. 10 മാസം കഴിഞ്ഞാൽ 2027 ജനുവരി വരെ ആ 8ലെ വേഴൻ 9 സഞ്ചരിക്കുന്ന സമയം. വീണ്ടും ജനുവരി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ആ വേഴൻ 9 നിന്ന് 8ലേക്കാണ് വരുന്നത്. അപ്പോൾ 7ലും 8ലും 9ലും സഞ്ചരിക്കുന്നത് 8 കാലഘട്ടമാണ് വളരെ ദോഷമായിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും മാനസിക പ്രയാസങ്ങളും ഒക്കെ വന്നുപെടുന്ന സമയമാണ്. ശനി 4 സഞ്ചരിക്കുമ്പോൾ വീടും 10ഉം കെട്ടിടമൊക്കെ ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു. 4-ാം ഭാവാദി വേഴ 7 നിൽക്കുന്നത് കൊണ്ട് വീട് പണി പൂർത്തിയാവാതെ വരികയും ചില പൂർവിക സ്വത്തുക്കൾ വിൽക്കണമെന്ന് തോന്നും, വിൽക്കാൻ പറ്റൂല, വാങ്ങിക്കാൻ പറ്റൂല. ഒരു ഫ്ലാറ്റാ വില്ല് വീടാ വസ്തുവൊക്കെ വാങ്ങിക്കാൻ പൈസ ഉണ്ടെങ്കിൽ മാത്രം ശ്രമിച്ചാൽ മതി. കയ്യിരുന്ന പൈസകളെല്ലാം കൂടെ നുള്ളിപ്പറക്കി കൊണ്ടുവന്ന് അഡ്വാൻസ് കൊടുത്തിട്ട് ബാങ്കിൽ ചെന്ന് ലോൺ വാങ്ങിച്ചാൽ ചിലപ്പോൾ അവർ തരൂല. അങ്ങനെ വരുമ്പോൾ കൊടുത്ത പൈസ ഇനി താന്ന് വെച്ചാൽ തരൂല. വീടുമില്ല, വസ്തുവില്ല, ചോദിക്കാനും വയ്യ, വാങ്ങിക്കാനും വയ്യ, ബാങ്കും തരണില്ല, ബന്ധുക്കളും തരണില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ കുരുക്കുകളിൽ ചെന്ന് പെടാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പം കഴിയുന്നതും വലിയ കടങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. ചെറിയ കടങ്ങൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും മേക്കപ്പ് ചെയ്ത് പോവാൻ നമുക്ക് പറ്റും. നല്ല ഈശ്വരഭക്തി ഉള്ളവരാണ്, അതുകൊണ്ട് കുറേയൊക്കെ ഭഗവാനെ വിളിച്ച് ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടും. രാഹു 3 നിൽക്കുന്ന ഘട്ടം ശത്രുക്കളും വിരോധികളും കേസ് വഴക്കുകൾ നമുക്ക് അനുകൂലമായിട്ടുള്ള വിജയങ്ങളും നേട്ടങ്ങളും കിട്ടുന്ന സമയമാണ്. എങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഒഴിയണില്ല. പിന്നെ 4ലെ ശനി സഞ്ചരിക്കുമ്പോൾ വീടുവെപ്പിന് തടസ്സം മാത്രമല്ല, നമുക്ക് ഈ ക്ഷേത്രാണാമവി വാഹനസ്യ വിപത്ത് എന്നും കൂടെ ഉണ്ട്. 4 എന്നാൽ വാഹന അപകടങ്ങൾ, വീട്ടിനാപത്തുകൾ, വീടിനെ സംബന്ധിച്ചുള്ള വസ്തു തർക്കങ്ങൾ, വഴി തർക്കങ്ങൾ, അവകാശ തർക്കങ്ങളൊക്കെ വരും. അപ്പോൾ ഈ കുടുംബത്തിനോട് സ്നേഹം തോന്നുന്ന ആൾക്കാർ കൂടുതലുണ്ട്. നമുക്കും അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാൻ ഒരു വീട് വേണമെന്ന് ചിലപ്പം ആ മനസാക്ഷിയുള്ള വീട്ടിലുള്ള മക്കൾ ചിലപ്പോൾ ആഗ്രഹിക്കും, അല്ലെങ്കിൽ അച്ഛൻ ആഗ്രഹിക്കും. പക്ഷേ ഇത് എല്ലാവരും ആഗ്രഹിച്ചൊരു വീട് വെച്ചാൽ ചിലപ്പോൾ അച്ഛൻ വീട് വെച്ചെങ്കിലും മക്കൾക്ക് ഓഹരി വേണമെന്ന് മക്കളെ പിടിച്ചു വായിച്ചു കൊണ്ടുപോകും. അല്ലെങ്കിൽ മക്കൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ വസ്തുക്കൾ അച്ഛനമ്മമാർ കൊടുക്കാതിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വസ്തുവിനും ഗ്രഹത്തിനും വേണ്ടിയുള്ള കലഹങ്ങളും ശത്രുതകളും അവകാശ വാദങ്ങളും നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ വീട് വയ്ക്കുക, വസ്തു വാങ്ങിക്കുക, എന്താ ചെയ്തോ. പക്ഷെ നിങ്ങൾക്കെന്നും പറഞ്ഞുകൊണ്ടാണ് ചെയ്യണമെങ്കിൽ, കുടുംബത്തിനെന്നെങ്കിൽ അത് കുടുംബക്കാർ വച്ചോട്ട് നോക്കത് പുണ്യം കിട്ടുകയുള്ളൂ. പക്ഷെ നമുക്കെന്നും പറഞ്ഞു വച്ചിട്ട് ആ വീടും വസ്തു എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ്റെ വകയായിരുന്നാലും അമ്മേൻ്റെ വകയായിരുന്നാലും മക്കളുടെ വകയായിരുന്നാലും ചിലപ്പോൾ അവർക്ക് കിട്ടാതെ പോകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്നേഹം, ബഹുമാനം, കുടുംബ വാത്സല്യം എല്ലാവർക്കും ഉണ്ടെങ്കിലും ഈ സമയത്ത് നമ്മളെ ഇരിക്കുന്നത് പിടിച്ചു വായിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഇരിക്കുന്ന വസ്തുവകകൾ, ലോൺ എടുക്കുന്നത്, ജാമ്യം നിൽക്കുന്നത്, ഇതെല്ലാം സൂക്ഷിക്കണം. പിന്നെ ഷെയർ മാർക്കറ്റ്, റിയൽ എസ്റ്റേറ്റ്, ബിസിനസ്സൊക്കെ ചെയ്യണവർക്ക്
ഇച്ചിരി സൂക്ഷിക്കണം. കാരണം ഈ 10ാം മാസം വരെയുള്ള സമയം, 6ാം മാസം മുതൽ 10ാം മാസം വരെയുള്ള സമയം പെട്ടെന്ന് നമ്മുടെ എല്ലാ വരുമാനങ്ങളും നിന്ന് പോയതുപോലുള്ള ചില പ്രതിസന്ധികളുണ്ട്. അത് നിന്ന് പോയാൽ നമുക്ക് പിന്നെ ഒന്നെന്നെ തള്ളി സ്റ്റാർട്ടാക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഉള്ളതൊക്കെ നമ്മൾ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണം. നല്ല ഭക്തിയും ദൈവികമൊക്കെ ഉള്ളവരായിരുന്നാൽ പോലും ഈ സമയത്തും മനസ്സ് വിഷമിച്ച് ദൈവങ്ങളും വേണ്ട ബന്ധുക്കളും വേണ്ട എന്നൊക്കെ നമുക്കങ്ങ് തോന്നിപ്പോകും. അത് വിനാശകാലെ വിപരീത ബുദ്ധിയെന്നും അതുപോലെ ഏകന്തരകരകപ്പഴ ആയിരിക്കും. അതാണ് ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് മൃത്യുഞ്ജയ ഹോമം, നവഗ്രഹ പൂജ, വിഷ്ണു പൂജ, ഉഗ്ര നരസിംഹ മൂർത്തി പൂജ. കാരണം ശത്രുക്കളും വിരോധികളും നമ്മളെ ജീവിതത്തെ തകർത്ത് കളയാതിരിക്കാൻ വേണ്ടിയാണ്. അതേപോലെ സന്താനങ്ങൾക്ക് ഐശ്വര്യം കിട്ടാൻ, അഭിവൃദ്ധി കിട്ടാൻ സന്താന ഗോപാല മൂർത്തി പൂജ. പിള്ളേർ പറയുന്നതൊക്കെ കേൾക്കുകയും വേണം. അതേപോലെ പിള്ളേർക്കും ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കേണ്ടിയിരിക്കണം. എന്നുവെച്ചാൽ പിള്ളേരുടെ വിദ്യാഭ്യാസം, വിദേശ യാത്ര, ഇതിനൊക്കെ പഠനം മുതലായ കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പൈസ നമ്മൾ എല്ലാം വിറ്റുപറക്കി ലോണെടുത്ത് ചിലപ്പോൾ അത് ചിലവാക്കുമ്പോൾ സാമ്പത്തിക കുരുക്ക് ഈ വർഷം വളരെയധികം നമ്മളെ തളർത്തിക്കളയും. അപ്പോൾ തളർത്താതെ വളർത്താൻ വേണ്ടി നമ്മൾ കൂടുതൽ മണി പവർ കാണിക്കാതെ മാൻ പവർ ഉപയോഗിച്ചാൽ മതിയാവും. ഭഗവാനെ ഭജിച്ച് ജീവിക്കുകയും ജാതകം കൂടി ഒന്ന് പരിശോധിച്ചു നോക്കണം. ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ നമുക്ക് നല്ല ജോലിയും പൈസയും അധികാരവും അഭിവൃദ്ധിയും പുരോഗതിയും ഒക്കെ കിട്ടും. ജാതകത്തിലെ ദശാകാല ദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും തടസ്സങ്ങളും വന്നു വരും. അതിന് നിങ്ങളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പൂജയെന്ന് പറയുന്നതും പരിഹാരം. ഏത് മതത്തിൽപ്പെട്ടവരെന്ന് അവർക്ക് ഇഷ്ടപ്പെടുന്ന അമ്പലങ്ങളിലും ദൈവങ്ങളിലും പള്ളികളിലും മതപരമായിട്ടുള്ള പ്രാർത്ഥനകളും ദർശന വഴിപാടുകളും പൂജകളും ഒക്കെ ചെയ്യുമ്പോൾ വലിയ ഗ്രഹപ്പിഴകൾ മാറി കിട്ടും. കാലഭൈരവ ക്ഷേത്രത്തിൽ ഇങ്ങനെയുള്ള സമയങ്ങളിൽ ദർശന വഴിപാടുകൾ നടത്തുന്നത് നല്ലതാണ്. ദോഷങ്ങൾ ഒരുപാട് മാറി കിട്ടും. എല്ലാ അമാവാസി തോറും അത് ആ കാലഭൈരവ ക്ഷേത്രത്തിൽ രാവിലെ ഗണപതി പൂജ, 10 മണിക്ക് മൃത്യുഞ്ജയവും, പിതൃക്ക് ബലി, തിലഹോമം, പാൽപ്പായസവും, 4 മണിക്ക് നാഗരൂട്ട് യമരാജ ഹോമം, അതേപോലെ 5 മണിക്ക് ഭദ്രകാളി പൂജ, 6 മണിക്ക് മുതൽ 7:30 മണി വരെ പാല്, തൈര്, വെണ്ണ, കളഭം, കുങ്കുമം, മഞ്ഞനീരാട്ടം, അതേപോലെ ഈ പലതരത്തിലുള്ള വിശിഷ്ട ദ്രവ്യങ്ങളെ കൊണ്ടുള്ള അഭിഷേകാദികൾ, ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന കലശങ്ങൾ, എല്ലാ പൂജകളും ദീപാരതി കൊണ്ട്, ദീപാരാധന കൊണ്ട്, ഭസ്മാഭിഷേകം, പുഷ്പാഭിഷേകം, വിശിഷ്ട നിവേദ്യാദികളൊക്കെ കൊണ്ടുള്ള പൂജകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പൂജയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഒരു ഭക്തജനങ്ങൾ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയയ്ക്കുക. നിങ്ങൾക്ക് ജാതക സംബന്ധമായ കാര്യങ്ങൾ അറിയാനും മെസ്സേജുകൾ അയയ്ക്കുക. അതിന് ജനനത്തീയതി, ജനിച്ച സമയം, ജനിച്ച ജില്ല, പേര്, നാള്, ഫീസ് ഇതൊക്കെ തരേണ്ടതുണ്ട്. എല്ലാവർക്കും ഈ 2026 പകുതി വരെ വളരെ ശ്രേയസ്കരമായ നേട്ടങ്ങളും അതിനുശേഷം വർഷ അവസാനവും ഗുണനന്മകളും. ഇടയ്ക്കുള്ള ഒരു 4 മാസം ഇതിൽ കഷ്ടപ്പാടുമാണ്. അത് നമ്മളെ പ്രാർത്ഥന കൊണ്ടും ശ്രദ്ധ ഭക്തി പുരസ്സരമായിട്ടുള്ള ജീവിത ശൈലി കൊണ്ടും നമുക്കെല്ലാ ആപത്തുകളിൽ നിന്നും, മരണകണ്ഠികളിൽ നിന്നും, ദോഷങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ തീർച്ചയായിട്ടും കഴിയും. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം.